സീനായ് മല അല്ലെങ്കിൽ ഹോരേബ് പർവ്വതം വിശുദ്ധ ബൈബിളിലെ 40 പ്രാവശ്യത്തിലധികം കാണുന്ന ഒരു വാക്കാണ് സീനായ്. സീനായ് മരുഭൂമിയുണ്ട്, സീനായ് പർവ്വതവുമുണ്ട്. 380 കിലോമീറ്റർ നീളത്തിലും 210 കിലോമീറ്റർ പരമാവധി വീതിയിലും കിടക്കുന്ന ഒരു ഉപദ്വീപാണ് സീനായ് മരുഭൂമി. മിസ്രൈമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള യാത്രയിൽ കാണുന്ന ഒരു മരുഭൂമി. ഏകദേശം ത്രികോണ ആകൃതിയാണ് സീനായ് മരുഭൂമിക്ക്. മലമ്പ്രദേശങ്ങളും മരുഭൂമിയുമാണ് സീനായ് മരുഭൂമിയിലെ കൂടുതൽ ഭൂവിഭാഗങ്ങളും. സീനായ് മരുഭൂമിയുടെ തെക്കേ അറ്റത്തെ ഏകദേശം മധ്യഭാഗത്തായി 3 കിലോമീറ്റർ നീളത്തിൽ അനേക ചെറിയ കുന്നുകളും പർവ്വതങ്ങളുമൊക്കെ നിറഞ്ഞ ഒരു പർവ്വത നിരയുണ്ട്. അതിനെ അറിയപ്പെടുന്ന പേരാണ് സീനായ് മല, സീനായ് പർവ്വതം. സീനായ് എന്ന വാക്കിൻ്റെ അർത്ഥം മുള്ള എന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നു. കാരണം പഴയകാലത്ത് സീനായ് പർവ്വതത്തിൽ ഒത്തിരി മുൾച്ചെടികൾ ഉണ്ടായിരുന്നു. സീനായുടെ മറ്റൊരു പേരാണ് ഹോരേബ്. ഹോരേബ് എന്ന വാക്കിൻ്റെ അർത്ഥം മരുഭൂമി എന്നാണ്. ഈ പർവ്വതത്തിൽ ചെറുതും വലുതുമായ കുന്നുകളുണ്ട്, ചിലയിടത്ത് ഗുഹകളുണ്ട്, ഒത്തിരി മുള്ളുകളും മുൾച്ചെടികളുമൊക്കെ ഉണ്ട്. ഈ പർവ്വതത്തിൻ്റെ ആത്മീയ പ്രത്യേകതകളാണ് ഈ ചെറിയ പ്രഭാഷണത്തിൽ നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തേത്, ഹോരേബ് പർവ്വതത്തിൽ വെച്ചാണ്, അല്ലെങ്കിൽ സീനായ് പർവ്വതത്തിൽ വെച്ചാണ് മോശയ്ക്ക് ദൈവവിളി ലഭിക്കുന്നത്. ആടുകളെ മേയിച്ചുകൊണ്ട് ഈ പർവ്വതത്തിൻ്റെ അടുക്കലെത്തിയപ്പോൾ മോശ അസാധാരണമായ ഒരു കാഴ്ച കണ്ടു. മുൾപ്പടർപ്പിനുള്ളിലെ തീ കത്തുന്നു. മോശ നോക്കിയപ്പോൾ തീ കത്തുന്നിടം വെന്തു പോകുന്നില്ല. സാധാരണ എവിടെ തീ കത്തിയാലും അത് ചാമ്പലാകേണ്ടതാണ്. ആ അസാധാരണമായ കാഴ്ച കണ്ട മോശയുടെ അടുത്തേക്ക് ചെല്ലുവാൻ തുനിഞ്ഞപ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് യഹോവ മോശയോട് സംസാരിച്ചു. അതൊരു സാധാരണ തീ അല്ലായിരുന്നു, ദൈവത്തിൻ്റെ തേജസ്സായിരുന്നു. മുൾപ്പടർപ്പിൽ വെളിപ്പെട്ട ദൈവ തേജസ്. മുൾപ്പടർപ്പിൽ നിന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. അങ്ങനെ യഹോവയുടെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച മോശ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് പോയി ഇസ്രായേൽ മക്കളെ അടിമത്വത്തിൽ നിന്ന് വിട്ടയക്കേണ്ടതിൻ്റെ ആവശ്യകത ഉന്നയിച്ചു. ഫറവോൻ നിരസിച്ചു. ദൈവം ബാധകൾ കൊണ്ട് ആ ദേശത്തെ തൊട്ടു. ഒടുവിൽ മറ്റ് നിവൃത്തിയില്ലാതെ ഫറവോൻ മോശയും ജനത്തെയും വിട്ടയച്ചു. അങ്ങനെ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് അവരുടെ വാഗ്ദത്ത നാട്ടിലേക്ക് യാത്ര ചെയ്ത് അവിടെ എത്തി. ഇവിടെ നാം മനസ്സിലാക്കുന്നത് മോശയ്ക്ക് വിളി ലഭിച്ച സീനായ് പർവ്വതം, ഹോരേബ് പർവ്വതം. ഉൾപ്പടർപ്പിൽ ദൈവത്തിൻ്റെ തേജസ്. സാധാരണ മുള്ളെന്നൊക്കെ പറയുന്നത് വേദനിപ്പിക്കുന്നതാണ്, മുറിവേൽപ്പിക്കുന്നതാണ്, നമ്മളെ നൊമ്പരപ്പെടുത്തുന്നതാണ്. ആർക്കും മുള്ളുകൾ ഇഷ്ടമല്ല. ജീവിതത്തിൻ്റെ മുള്ളുകൾ മാറിപ്പോകണം, നീങ്ങിപ്പോകണം എന്നൊക്കെ ആയിരിക്കും നാം ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ആത്മീയ സത്യം, നമ്മുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളും വേദനകളും ഭാരങ്ങളും കഷ്ടതകളും നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കും. ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾ ദൈവഹിതത്തിലേക്കും ദൈവിക പദ്ധതിയിലേക്കും നമ്മളെ അടുപ്പിച്ചുകൊണ്ടിരിക്കും. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ മുള്ളുകളെ നമ്മുടെ നന്മയ്ക്കാക്കി തീർക്കും. താഴ്മയിൽ നിലനിൽക്കുവാൻ, പ്രാർത്ഥനയിൽ മുന്നേറുവാൻ, ഉപവാസത്തിൽ വർദ്ധിക്കുവാൻ, വചനധ്യാനത്തിൽ മുന്നേറുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ദൈവത്തിൻ്റെ വേല ചെയ്യുവാനൊക്കെ നമ്മളെ രൂപപ്പെടുത്തുന്ന, നമ്മളെ പ്രേരിപ്പിക്കുന്ന, നമ്മളെ മെനയുന്ന ഘടകങ്ങളാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ മുള്ളുകളെ ദൈവം തീർക്കും. നമ്മുടെ വിളി തിരിച്ചറിയുവാൻ ദൈവം ഈ മുള്ളുകളുടെ നടുവിൽ തൻ്റെ മഹിമ പകരും. അപ്പോൾ ആ മുള്ളുകൾ നമുക്ക് കേടുവരുത്തുകയുമില്ല. എന്നാൽ ദൈവശബ്ദം കേട്ട് താഴ്മ ധരിച്ച് കൃപയിൽ മുന്നേറുവാൻ നമുക്കിടയായി തീരുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുള്ളുകളെ ഓർത്ത് ഭാരപ്പെട്ട് നീറി കഴിയുവാനല്ല, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതങ്ങളും വിളിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളും തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുവാൻ ഈ ദിവസങ്ങളിൽ തയ്യാറാകുക. സീനായ് പർവ്വതത്തിൻ്റെ മറ്റൊരു പ്രത്യേകത,
ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് 3-ാം മാസം ഈ സീനായ് പർവ്വതത്തിൽ എത്തി. സീനായ് മരുഭൂമിയിലെത്തി, പർവ്വതത്തിൻ്റെ അടിവാരത്തിലെത്തി. അവിടെ വെച്ച് ദൈവം മോശയോട് പറഞ്ഞു, പർവ്വതത്തിന് മുകളിലേക്ക് കയറി വരിക. മോശ അങ്ങനെ പർവ്വതത്തിന് മുകളിലേക്ക് കയറിപ്പോയി. 40 ദിനരാത്രങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടിയായിരുന്നു. ആ പർവ്വതത്തിന് മുകളിലേക്ക് ദൈവം ഇറങ്ങി വന്നു. ദൈവസാന്നിധ്യം ഇറങ്ങി വന്നതിൻ്റെ അടയാളമായി ജനത്തിന് മനസ്സിലാകേണ്ടതിനായി അവിടെ തീയും പുകയും ആവിയൊക്കെ ഉണ്ടായി. അത് ദൈവത്തിൻ്റെ തേജസ്സായിരുന്നു. മോശ ദൈവത്തിൻ്റെ രൂപം കണ്ടില്ല, പക്ഷെ ദൈവത്തിൻ്റെ തേജസ് ദർശിച്ചു. ആ തേജസ്സിൻ്റെ നടുവിൽ നിന്ന് മോശ ദൈവ ശബ്ദം കേട്ടു. അപ്പോൾ സീനായി നൽകുന്ന രണ്ടാമത്തെ ആത്മീയ പാഠം, ദൈവശബ്ദം കേൾക്കുന്നവരായി നാം തീരണം. പ്രാർത്ഥനയോടും ധ്യാനത്തോടും ദൈവത്തിൻ്റെ സന്നിധിയിലെ ഏകാന്തതയിൽ സമയം ചെലവഴിച്ചാൽ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. ദൈവശബ്ദം മോശ കേട്ടത് സീനായ് പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ചാണ്. ദൈവനോട് നിരന്തരമായി സംസാരിച്ചുകൊണ്ട്. 3-ാമത്തെ പാഠം, അവിടെ വെച്ച് ദൈവം ന്യായപ്രമാണം മോശയ്ക്ക് കൊടുത്തു. ഇസ്രായേൽ ജനത്തിന് ലഭ്യമായ ന്യായപ്രമാണം 613 കൽപ്പനകൾ ഉൾപ്പെടുന്ന ആ വിശാലമായ ന്യായപ്രമാണം മോശയ്ക്ക് ലഭിക്കുന്നത് സീനായ് പർവ്വതത്തിൽ വെച്ചാണ്. അതിൽ തന്നെ ന്യായപ്രമാണത്തിൻ്റെ സാരാംശവും സത്യമായിരിക്കുന്ന 10 കൽപ്പനകൾ അത് ദൈവം തന്നെ എഴുതി മോശയുടെ പക്കൽ പരമേൽപ്പിച്ചു. ദൈവത്തിൻ്റെ നിയമം, ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ദൈവത്തിൻ്റെ കൽപ്പനകൾ ലഭിക്കുന്ന ഇടമായി സീനായ് പർവ്വതം തീർന്നു. നാമും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിച്ചാൽ ദൈവത്തിൻ്റെ വചനം, നാം അനുസരിക്കേണ്ട ദൈവകൽപ്പനകളൊക്കെ ദൈവം തൻ്റെ ആത്മാവിനാൽ നമുക്ക് മനസ്സിലാക്കി തരും. അതേ അനുസരിക്കുവാൻ നാം സന്നദ്ധരാകുന്നുവെങ്കിൽ ആത്മീയ വളർച്ചയുണ്ടാകും, ശുശ്രൂഷയിൽ അധികം ഫലമുണ്ടാകും, വിശിഷ്ടമായ ഫലമുണ്ടാകും. അങ്ങനെ ദൈവത്തിൻ്റെ വചനം ലഭിക്കുന്ന, ദൈവകൽപ്പനകൾ ലഭിച്ച ഇടമായി സീനായ് പർവ്വതം തീർന്നു. മറ്റൊരു കാര്യം, സീനായ് പർവ്വതത്തിൽ ദൈവത്തോടൊപ്പം ദൈവസാന്നിധ്യത്തിൽ സമയം ചെലവഴിച്ചപ്പോൾ മോശയുടെ മുഖം പോലും മാറ്റമുള്ളതായി തീർന്നു. ദൈവ തേജസ് കൊണ്ട് നിറഞ്ഞു. കൽപ്പനകളുമായിട്ട് ഇറങ്ങി വരുന്ന മോശയുടെ മുഖത്തേക്ക് അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് നോക്കുവാൻ കഴിയാത്ത വിധം പ്രകാശപൂരിതമായി. നാമും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിച്ചാൽ നമ്മുടെ വാക്കുകളിലെ, സ്വഭാവത്തിലെ, മുഖത്തെ, നമ്മുടെ നോട്ടങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ പ്രകാശവും നിറഞ്ഞു വരും. എപ്പോൾ നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്ന് മാറി പാപത്തിലേക്കോ ലോകത്തിലേക്കോ വഴുതി മാറുന്നുവോ അപ്പോൾ ഈ പ്രകാശം കുറയുകയും ചെയ്യും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ആ ദൈവതേജസ് പ്രാപിക്കുകയും ആ ദൈവതേജസ്സോടെ ജനത്തിനു മുൻപാകെ നിൽക്കുകയും ചെയ്താൽ നമ്മുടെ വാക്കുകളും പ്രസംഗങ്ങളും എഴുത്തുകളും ശുശ്രൂഷകളുമൊക്കെ ജനത്തിന് അധികം അനുഗ്രഹമായി തീരും. മോശയ്ക്ക് സീനായ് പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് കിട്ടിയ മറ്റൊരു കാര്യം, ദൈവത്തെ ആരാധിക്കേണ്ടതിനായി ഉണ്ടാക്കേണ്ട സമാഗമന കൂടാരത്തിൻ്റെ പ്ലാന്, മാതൃക, അളവൊക്കെ കിട്ടി. അപ്പോൾ സീനായ് പർവ്വതം നൽകുന്ന മറ്റൊരു സന്ദേശം അതാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം സമയം ചെലവഴിച്ചാൽ, വചനത്തിനു മുമ്പാകെ സമയം ചെലവഴിച്ചാൽ, അത് വായിച്ചാൽ, ധ്യാനിച്ചാൽ, പ്രാർത്ഥിച്ചാൽ എങ്ങനെ ദൈവത്തെ ആരാധിക്കണം, ഏതളവിൽ ആരാധിക്കണം, ഏത് വിധത്തിൽ ആരാധിക്കണം, ഏത് മനോഭാവത്തിൽ ആരാധിക്കണം, സത്യാരാധന ഏതാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരും. നമുക്കും സീനായ് പർവ്വതത്തിൻ്റെ ഒരനുഭവം ആവശ്യമാണ്. മുള്ളുകളെ കണ്ട് ഭയന്നോടുകയല്ല, മുള്ളുകളിൽ വെളിപ്പെടുന്ന ദൈവതേജസ് കണ്ട് നമ്മുടെ വിളി അത് രൂപപ്പെടുവാൻ സീനായി നമ്മളെ ഓർമ്മിപ്പിക്കും. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏകാന്തതയിൽ സമയം ചെലവഴിച്ച് ദൈവതേജസ് ഏറ്റെടുക്കുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവവചനം സ്വീകരിക്കുവാൻ, ആരാധിക്കേണ്ട വിധങ്ങളും ആരാധിക്കേണ്ട തലങ്ങളും തിരിച്ചറിയുവാൻ സീനായി നമ്മളെ ഓർമ്മിപ്പിക്കും. സീനായ് പർവ്വതത്തിൽ 3 കിലോമീറ്ററോൾ നീളം വരുന്ന സീനായ് പർവ്വതത്തിൽ ഏകദേശം 2200 മീറ്റർ ഉയരമുള്ള ഒരു കൊടുമുടിയാണ് ജബൽ മൂസ എന്നറിയപ്പെടുന്ന, മോശയുടെ പർവ്വതം എന്നറിയപ്പെടുന്ന ആ കൊടുമുടി. അതിൻ്റെ മുകൾ ഭാഗം, അതിലെ കല്ലുകൾ മുകളിലൊക്കെ കറുത്ത കല്ലുകളാണെങ്കിൽ ഇളക്കി നോക്കുമ്പോൾ തീയുടെ നിറമുള്ള മഞ്ഞയും ചുവപ്പും കലർന്ന കല്ലുകൾ കാണുവാൻ കഴിയും. ദൈവസാന്നിധ്യം ഇറങ്ങി വന്നതിൻ്റെ ഒരു പ്രതീകം ഇന്നും അവിടെയുണ്ട്. ആ സീനായ് പർവ്വതത്തിൻ്റെ അടിവാരത്തിലുള്ള ഹോളി കാതറിൻ എന്ന് പറയുന്ന സന്യാസി സമൂഹം,
അവരുടെ പക്കൽ നിന്നാണ് ബൈബിളിൻ്റെ പുരാതന കയ്യെഴുത്ത് പ്രതി സിനായ് കോഡെക്സ് കണ്ടെത്തിയത്. അത് ബൈബിളിൻ്റെ ആധികാരികതയും അതിൻ്റെ പഴക്കത്തെയും തെളിയിക്കുന്നതായിരുന്നു. ഈ സിനായ് പർവ്വതത്തിന് മുകളിലെ ന്യായപ്രമാണവും ദൈവതേജസ്സും കൽപ്പനകളും സമാനകൂടാരത്തിൻ്റെ അളവും മാതൃകയൊക്കെ കിട്ടിയെങ്കിലും അതൊക്കെ ഇറങ്ങി അതുമായിട്ട് ഇറങ്ങി വരുന്ന മോശ താഴ്വാരത്തിലെത്തിയപ്പോൾ കാണുന്ന വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച കൂടെ സീനായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ജനം കാളക്കുട്ടി ഉണ്ടാക്കി അതിനെ ആരാധിക്കുകയാണ്. തങ്ങളെ വിടുവിച്ച ദൈവമായ യഹോവയെ ഇത്ര വേഗത്തിൽ മറന്നു കളഞ്ഞ് മിസ്രൈമിൽ കണ്ടുപരിചയിച്ച ഒരു കാളദേവന്റെ മുൻപിലെ ആരാധിക്കുന്ന, അതിനു മുമ്പിൽ ചാടുന്ന, അതിനെ ബഹളം വെച്ച് അതിനെ പുകഴ്ത്തുന്ന ഒരു വലിയ കൂട്ടം ജനത്തെ കാണുകയും. അതുകൊണ്ട് സീനായ് മരുഭൂമിയിൽ അന്ന് ദൈവം ന്യായവിധി കൂടെ അയച്ചു. 3000 പേർ കൊല്ലപ്പെട്ടു. അവരെ പാപത്തിലേക്ക് നയിച്ച അവരുടെ ആഭരണങ്ങൾ അവരന്ന് ഊരി മാറ്റി. പുറപ്പാടം 33:6. അവിടെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ലഭിച്ച ആ പ്രത്യേക ദിനങ്ങൾ സന്തോഷത്തിൻ്റെ ദിനങ്ങളാകേണ്ടതിന് പകരം ഈ ന്യായവിധി നിമിത്തം വലിയ ദുഃഖവും അനേകർക്ക് ഉണ്ടായി. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ പലർക്കും നഷ്ടപ്പെട്ടു. എന്നാൽ ഒരു കൂട്ടം ജനം ദൈവത്തിനു വേണ്ടി നീതിയോടെ, സത്യസന്ധതയോടെ, ദൃഢ നിശ്ചയത്തോടെ നിൽക്കുവാനുമിടയായി. അങ്ങനെ സീനായി നമുക്ക് തരുന്ന ആ പാഠം മറക്കാതിരിക്കുക. ന്യായപ്രമാണം എത്ര ബൃഹത്തായ കൽപ്പനകൾ നിറഞ്ഞതാണെങ്കിലും ദൈവത്തിൻ്റെ കൃപയില്ലാതെ കർത്താവ് ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഉയരുവാൻ നമുക്ക് കഴിയത്തില്ല എന്ന് ന്യായപ്രമാണം ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് അത്രേ പുതിയ നിയമത്തിൽ നാം വായിക്കുന്നത്, ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, എന്നാൽ ന്യായപ്രമാണത്തിൽ കിട്ടാതിരുന്ന കൃപ, സത്യം യേശുക്രിസ്തു മുഖാന്തരം വന്നു. സീനായി എത്ര മഹിമയുള്ളതാണെങ്കിലും ദൈവതേജസ്സിൻ്റെ ബഹുത്വവും ദൈവിക തീയും അടയാളങ്ങളൊക്കെ ഉണ്ടെങ്കിലും പുതിയ നിയമത്തിൻ്റെ മാർഗം ശ്രേഷ്ഠമാർഗമാണ്, പൂർണ്ണതയുള്ള മാർഗമാണ്. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്ന കൃപയും സത്യവും സ്വീകരിച്ച് ജയാളികളായി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.